സാമൂഹിക അകലമെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അടുക്കൽ നിന്ന് മാറിയിരിക്കുന്ന താഴെ കടലാ ഉള്ളത്, ഇങ്ങോട്ട് കയറി വരാൻ നോക്കും എല്ലാവരും അങ്ങോട്ട് താഴെ പോയിരിക്കുക. സാമൂഹിക അകലം ആ തിര എപ്പോ ആണെങ്കിലും ഇങ്ങോട്ട് കയറി വരാം, അതും കൂടെ നോക്കിക്കൊള്ളണം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് രോഗം മാറി തുടങ്ങി. കേരളത്തിൽ നിന്ന് രോഗം മാറുന്നില്ല. എന്തേ അതിന്റെ കാരണം? എങ്ങനെ ഇതൊക്കെ വരാതിരിക്കും? ഈ രോഗങ്ങളൊക്കെ എങ്ങനെ വരാതിരിക്കും? ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. പടച്ചോനെ, എനിക്ക് തന്നെ അത്ഭുതം തോന്നി. മഹദി ഇമാമ് കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ വന്നു അത്രേ. ഒരു ചെറു മനുഷ്യൻ ഇങ്ങനെ വീഡിയോയിലൂടെ സലാമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയാ, ഞാൻ മഹദി ഇമാമാണ്, എനിക്ക് വഹി വരുന്നുണ്ടെന്ന് അള്ളാഹുടെ ഭാഗത്ത് നിന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, എവിടെ എത്തി ഈ സമുദായം? എനിക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വഹി വരുന്നുണ്ട്, ഞാൻ ആ മഹദി ഇമാമെന്ന് ധൈര്യത്തിൽ കയറിയിരുന്ന് പറയുന്ന ഒരു കാലഘട്ടം. പച്ചക്കള്ളം. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടി വഹി അവസാനിച്ചു, ഇനി വഹിയില്ല. ആ ചങ്ങാതി പറയുന്നു വഹി വരുന്നെന്ന്. എനിക്ക് പരസ്യമായി കയറിയിരുന്ന പച്ചക്കള്ളം പറയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് ഈ ഉമ്മത്ത് എത്തി നിൽക്കുകയാ. അവനും കൊടിപിടിക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, പിന്നെ എങ്ങനെ കൊറോണയൊക്കെ വരാതിരിക്കും? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ഉള്ളവന്മാരൊക്കെ ഒന്ന് ആലോചിക്ക്. കയറിയിരുന്ന് പരസ്യമായി പറയുന്ന കാലം. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ ചങ്ങാതി. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് പുറത്തൊക്കെ ഇരിക്കണവർ പറ്റുമെങ്കിൽ കയറി ഇരുന്നോളി. 1.5 മണിക്കൂറേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് വേറെ ഒന്നുമില്ല. പെട്ടെന്നൊരു ബക്കറ്റ് പിരിവ് നടത്തിയിട്ട് നമ്മുടെ പരിപാടി അവസാനിപ്പിക്കണം. എല്ലാവരും ഒന്ന് അൽഹംദുലില്ലാ ഒരു 3 സ്വലാത്ത് വെള്ളിയാഴ്ച രാവ, റജബിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ. അതുകൊണ്ട് സ്വലാത്തിന് വലിയ മഹത്വമുണ്ട്. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ് നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, എൻ്റെ പുറത്തൊക്കെ നിൽക്കുന്നവരൊന്ന് കയറിയിരുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വാഴ. ഇന്നത്തെ പ്രഭാഷണം എന്തുകൊണ്ടും ഇന്നത്തെ സാഹചര്യത്തിന് അനുകൂലമായൊരു വിഷയമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പരിശുദ്ധമായ റജബ് മാസമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ ഉസ്താദന്മാരൊക്കെ എന്താ ഇപ്പോൾ അവിടെ നിൽക്കണം? അങ്ങോട്ട് കയറിയിരിക്കുക ചങ്ങാതി. എന്നിട്ട് ഈ ഇക്കണ എല്ലാ ചങ്ങായിമാരെ പോലീസ് വന്നാൽ ഓടിക്കും എല്ലാത്തിനെയും. ഒന്നീ നിങ്ങളൊക്കെ സംഘാടകരായിരിക്കും, വയലിൽ കയറിയിരി, അല്ലെങ്കിൽ ഇസ്ലാം ഈ നിൽക്കുന്ന ചങ്ങായിമാരൊക്കെ ഉസ്താദന്മാരും ഇങ്ങോട്ട് കയറിയിരിക്കും. ഒക്കെ ഇങ്ങോട്ട് പോകും. ആ നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ റോഡിൽ നിൽക്കല്ലേ മക്കളെ? പോലീസ് വണ്ടി വന്നാൽ അവരെന്തെങ്കിലും വിചാരിക്കും? നിങ്ങളൊക്കെ അകത്ത് കയറിയിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും കയറിയിരിക്കും. ആ കടപ്പുറത്ത്